നമസ്കാരം. ധനുസ് പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വില്ലേജ് ഫീൽഡസിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ആവർത്തന ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 97/2025 അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ മെയിൻ എക്സാമിനേഷൻ്റെ ഫൈനൽ ആൻസർ കീയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. VFA സിലബസുമായി ഏകദേശം താരതമ്യമുള്ള സിലബസാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ മെയിൻ എക്സാമിനുമായിട്ട്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു നോക്കാം. ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളും പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇൻ്റർനാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഇൻ്റർനാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ സി, ലാഹോർ. ലാഹോർ സമ്മേളനമാണ്. ലാഹോർ പൂർണ്ണ സ്വരാജ് ലാഹോർ സമ്മേളനത്തിൽ. അടുത്തത്: തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? നികുതി ഇളവ് ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? ഉത്തരം ഇറ ഇളി എന്നാണ്. ഉത്തരം ഇറ ഇളി. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ് നികുതി ഇളവിന് അറിയപ്പെട്ടിരുന്ന പേരാണ് ഇറ ഇളി എന്നുള്ളത്. നെക്സ്റ്റ് വൺ: കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം. ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതായിരുന്നു? ആൻസറാണ് മലബാർ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശമാണ് മലബാർ. മലബാർ. നെക്സ്റ്റ് ചോദ്യം: 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? എപ്പോഴും ചോദിക്കുന്ന ചോദ്യം. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ആൻസർ EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. EMS. EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം: ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവും ബന്ധപ്പെട്ടതാണ്? ആൻസർ ആര്യസമാജം. ആര്യസമാജം. ഓക്കെ. ബ്രഹ്മസമാജം എന്ന് പറയുമ്പോൾ അത് രാജാറാം മോഹൻ റോയി ആണല്ലേ. അലിഗഡ് പ്രസ്ഥാനം എന്ന് പറയുമ്പോഴത് സർ സയ്യദ് അഹമ്മദ് ഖാൻ്റെ ആണ്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളുടേതുമാണ് അല്ലേ. നെക്സ്റ്റ് ചോദ്യം: താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? പ്രസ്താവന ഇതാണ്: കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവാഹനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് താപചാലനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് സംവഹനം എന്നുള്ളത്. ഇതിൽ ശരി പ്രസ്താവന എന്നാണ് ചോദ്യം. ഉത്തരം ഒന്നാമത്തതാണ് ശരി പ്രസ്താവന. ഓപ്ഷൻ എ ആണ് ആൻസർ. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. വീണ്ടും ഇതൊക്കെ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാറ്റിനെ പറ്റിയുള്ള പ്രസ്താവനയാണ്. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണേത്? അഭിവഹനമെന്ന് പറയുക. നെക്സ്റ്റ് ചോദ്യം: ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? അതായത് അവിടെ നേപ്പാൾ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ എന്നിവയുണ്ട്. അതിനകത്ത് എന്താണ് ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. മൂന്നാമത്തെ മാത്രമാണ് ഉൾപ്പെടാത്തത്. മൂന്നാമത്തെന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാനാണ് വരാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഏതാണ്? ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഏതാണ്? ഉത്തരം 97 ഡിഗ്രി 25 മിനിറ്റ്. 97 ഡിഗ്രി 25 മിനിറ്റ് ആണ്. ഓക്കെ. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഏതാണ്? 97 ഡിഗ്രി 25 മിനിറ്റ്. വളരെ ബേസിക്കായ കാര്യമാണ്, മാർക്കേണ്ടത്. 97 ഡിഗ്രി 25 മിനിറ്റ് ആണ് ഇത് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം: പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏതാണ്? പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏതാണ്? ഉത്തരം സിന്ധുവാണ്. സിന്ധു നദിയാണ്. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദിയാണ് സിന്ധു നദി. സിന്ധു നദി. അടുത്തത്: പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതാണ്? ആൻസറാണത് നാലാമത്തതാണ് ആൻസർ. ബഗ്ലിഹാർ ഡാം. എന്താണ്? ബഗ്ലിഹാർ ഡാം. ബഗ്ലിഹാർ ഡാം. ബഗ്ലിഹാർ ഡാമാണ്.
പഗ്ലിക്കാർ ഡാം. ആൻസർ ഓപ്ഷൻ സി. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്നിട്ട് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ വേണ്ടി അടച്ച ഡാമിൻ്റെ പേരാണിത്, പഗ്ലിക്കാർ ഡാം എന്നുള്ളത്. പഗ്ലിക്കാർ ഡാം. അടുത്ത ചോദ്യം, കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏതാണ്? സർക്കാർ നടപ്പിലാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏതാണ്? ആൻസർ ജീവനം. കേരള സർക്കാർ നടപ്പിലാക്കുന്ന വേതന തൊഴിൽ പദ്ധതി. വേതനം എന്ന് പറയുമ്പോൾ തൊഴിലില്ലായ്മ വേതനം. തൊഴിൽ വേതന പദ്ധതി ഏതാണ്? വേതന തൊഴിൽ പദ്ധതി ഏതാണ്? ജീവനം. വേതന തൊഴിൽ പദ്ധതി ഏതാണ്? ജീവനം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. അടുത്തത്, തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത്? സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത് ഏതാണ്? സർക്കാർ ജീവനക്കാർ. സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത് ഏത് വിഭാഗമാണ്? സർക്കാർ ജീവനക്കാരാണ്, ഉൾപ്പെടാത്തതാണ്. അപ്പോൾ ദിവസവേതനക്കാർ, അതുപോലെ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾക്കൊക്കെ എന്താണ് ഈ സാമൂഹിക സുരക്ഷാ കോഡിൽ ഉൾപ്പെടുന്നവരാണ്. സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്ത ആൾക്കാർ ആരാണ്? സർക്കാർ ജീവനക്കാരാണ്. ഇപ്പോൾ ഉൾപ്പെടുന്ന ആൾക്കാരെയും കൂടി പഠിച്ചു വെക്കണം. ദിവസവേതനക്കാരും ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളും അതേപോലെ അതിഥി തൊഴിലാളികളുമൊക്കെ എന്താണ്? സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടുന്ന ആൾക്കാരാണ്. അടുത്ത ചോദ്യം, വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് ആരാണ്? സുസ്ഥിര വികസനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഉത്തരം ബ്രഡ്ലാൻഡ് കമ്മീഷൻ. ഉത്തരം ഏതാണ്? ബ്രഡ്ലാൻഡ് കമ്മീഷനാണ് സുസ്ഥിര വികസനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. സുസ്ഥിര വികസനം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ എന്ത് ചെയ്യുന്നു? അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണെന്ത്? സുസ്ഥിര വികസനം എന്ന് പറയുക. സുസ്ഥിര വികസന പ്രസ്താവന മുന്നോട്ട് വെച്ചത് ആരാണ്? ബ്രഡ്ലാൻഡ് കമ്മീഷൻ എന്നാണ് പറയുന്നത്. ബ്രഡ്ലാൻഡ് കമ്മീഷൻ. ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. അങ്ങനെ 2 രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾ വായ്പ നൽകുന്നു. ഈ സമ്പ്രദായമാണ് ഏത്? ഈ സമ്പ്രദായത്തിന് പറയുന്ന പേരാണെന്ത്? മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നു. മൈക്രോ ഫിനാൻസ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗിരിയ. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. നെക്സ്റ്റ് ചോദ്യം, ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചിട്ടുകൊണ്ടാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതി തരാണ്. അതായത് ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്നുള്ള വരികൾ എഴുതിയത് ആരാണ്? ഉത്തരം എന്താണ്? ഗുരുജട അപ്പറാവു ആണ് ഈ വാക്കുകൾ എഴുതിയത്. നെക്സ്റ്റ്, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്നിട്ട് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടിക്ക് പറയുന്ന പേരാണ് ഓപ്പറേഷൻ സിന്ധു. ഇറാൻ ടു ഇന്ത്യ, ഇന്ത്യക്കാരെ ഇറാനിൽ നിന്നും വരുത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതിയാണിത് ഓപ്പറേഷൻ സിന്ധു. ഇറാൻ ടു ഇന്ത്യയാണ് ഓപ്പറേഷൻ സിന്ധു.
നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഇവിടെ ഏതാണ്? പ്രസ്താവന നമുക്ക് നോക്കാം അല്ലേ. പ്രസ്താവന പെടാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. പ്രസ്താവനയാണേത്? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ. 19 പറയുമ്പോൾ ഏതൊക്കെ വരുന്നുണ്ട് അവിടെ? സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. അപ്പോൾ 19 സംസ്കാര അല്ലെങ്കിൽ സംസാര സ്വാതന്ത്ര്യം, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യം. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണിക്കുവാൻ അല്ലേ, കാണിച്ചു കൊടുക്കുവാൻ, ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവുമാണ് വകുപ്പ് 19 പറയുന്നത്. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുക എന്നും പറയുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനും 19 പറയുന്നുണ്ട്. ഒന്നുകൂടി സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും പറയുന്നുണ്ട്. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാമെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെയും തുല്യരായി സഞ്ചരിക്കുക എന്നുള്ളതാണ് വകുപ്പ് 19 പറയില്ലേ. ഈ തുല്യരെന്ന സംഭവം ഇവിടെ വരിക 14 വരിക. തുല്യർ 14 വരിക. നെക്സ്റ്റ്, സോഷ്യലിസവും മതേതരത്വവും എന്നീ 2 പദങ്ങൾ 42-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? സോഷ്യലിസവും മതേതരത്വവും എന്ന 2 പദങ്ങൾ 42-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത്? ആമുഖത്തിലാണ്. 42-ാം ഭേദഗതിയുടെ ഈ ഭാഗം കൂട്ടിച്ചേർത്തേക്കുന്നത്. 42-ാം ഭേദഗതി ആമുഖത്തിലാണ് കൂട്ടിച്ചേർത്തേക്കുന്നത്. 42-ാം ഭേദഗതി എന്ന് പറയുമ്പോൾ എന്താണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുക. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് 42-ാം ഭേദഗതിയെ പോലും അറിയപ്പെടുന്നത്. അപ്പോൾ സോഷ്യലിസം, മതേതരത്വ രാജ്യങ്ങൾ അല്ലെങ്കിൽ 2 പദങ്ങൾ എവിടെ വന്നിട്ടുണ്ട്? ആമുഖത്തിലാണ് കൂട്ടിച്ചേർത്തേക്കുന്നത്. എന്ത് പ്രകാരം? 42-ാം ഭേദഗതി പ്രകാരമാണിത് കൂട്ടിച്ചേർത്തേക്കുന്നത്. സോഷ്യലിസം, മതേതരത്വം ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. ഏത് പ്രകാരമാണ്? 42-ാം ഭേദഗതി പ്രകാരമാണ്. നെക്സ്റ്റ് ചോദ്യം, സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുവപ്പുനാടയില്ലാതെ എല്ലാ വരികളിലേക്കും സുരക്ഷിതവും വേഗത്തിലുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതിയാണെന്ന് ഈ ഗവേണൻസിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന ആരുടേതാണ്? ഈ ഗവേണൻസിനെ കുറിച്ചുള്ള പ്രസ്താവനയാണ് മുകളിൽ കൊടുത്തേക്കുന്നത്. ഈ ഗവേണൻസിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന ആരാണ് പറഞ്ഞിട്ടുള്ളതാണ് ചോദ്യം. ആൻസർ എന്താണ്? APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണിത്. APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണിത്. ഏത്? സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുവപ്പുനാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതിയാണിത് ഈ ഗവേണൻസ്. അതായത് APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ് ഇവ. അടുത്തത് ചേരുംപടി ചേർക്കുക ലിസ്റ്റുകളാണ്. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരം. ഏതൊക്കെയാണ് ചേരുന്നത് നോക്കാം. ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെൻസസ് ആണെന്ന് യൂണിയൻ ലിസ്റ്റ് വരിക. സംസ്ഥാന ലിസ്റ്റ് എന്ന് പറയുമ്പോഴത് ജയിലുകളാണ്. നെക്സ്റ്റ് കൺകറന്റ് ലിസ്റ്റ് വനം. അതുപോലെ അവശിഷ്ടാധികാരങ്ങൾ എന്താണ്? സൈബർ നിയമങ്ങൾ. അവശിഷ്ടാധികാരങ്ങൾ എന്താണ്? സൈബർ നിയമങ്ങൾ. യൂണിയൻ ലിസ്റ്റ് സെൻസസ് ആണ്. സംസ്ഥാന ലിസ്റ്റുകൾ ജയിലിൽ വരുന്നുണ്ട്. കൺകറന്റ് ലിസ്റ്റുകൾ എന്താണ്? വനത്തിൽ വരുന്നു. അവശിഷ്ടാധികാരങ്ങൾ എവിടെ വരുന്നുണ്ട്? സൈബർ നിയമങ്ങളിലാണ് വരുന്നത്. നെക്സ്റ്റ് ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? തെറ്റ് പ്രസ്താവന പഠിക്കാൻ നോക്കാം. ഓപ്ഷൻ ബി ആണ് നമുക്കുള്ള ആൻസർ. എന്താണ്? ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം എന്താണ്? തെറ്റ് പ്രസ്താവനയാണ്. 2ഉം 3ഉം തെറ്റ് പ്രസ്താവന. നോക്കാം. 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. പിന്നെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. നെക്സ്റ്റ് ചോദ്യം, കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ അവിടെ അല്ലേ. നെക്സ്റ്റ്, ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ദരിദ്രരായ ആൾക്കാർക്ക് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിക്ക് പറയുന്ന പേരാണേത്? അന്ത്യോദയ അന്ന യോജന പദ്ധതി. AAY അല്ലേ, അന്ത്യോദയ അന്ന യോജന പദ്ധതി. തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യസാധനം കൊടുക്കുന്ന പദ്ധതിയാണിത്. അന്ത്യോദയ അന്ന യോജന പദ്ധതി.
നെക്സ്റ്റ് ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റ് ഏതൊക്കെയാണ്? തെറ്റ് പ്രസ്താവന ഇവിടെ ഏതാണ്? പ്രസ്താവന വായിച്ച് നോക്കുക, തെറ്റ് കണ്ടുപിടിക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. സി ആണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ശരി മാത്രം വായിക്കാം. കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകരിച്ചത് ഏതാണ്? 1946 കേരളത്തിൽ ആദ്യമായി ഒരു തൊഴിൽ വകുപ്പ് രൂപീകരിക്കുന്നത് 1946 ഇതിനുള്ള നിർദ്ദേശം നൽകിയത് ആരാണ്? CP രാമസ്വാമി അയ്യർ ആയിരുന്നു. 46 വരെ വ്യവസായ വകുപ്പിൻ്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ്. ഓക്കെ, തൊഴിൽ വകുപ്പ് എന്ന് പറയുമ്പോൾ കൂടെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ. തൊഴിൽ വകുപ്പ് 1946 രൂപീകരിച്ചിരുന്നു. നിർദ്ദേശം കൊടുത്ത ആരാണ്? CP രാമസ്വാമി അയ്യർ ആയിരുന്നു. 46 വരെ വ്യവസായ വകുപ്പിൻ്റെ കീഴിലായിരുന്നു ഈ തൊഴിൽ വകുപ്പെന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. എല്ലാ പ്രസ്താവനകളും തെറ്റാണെന്നാണ് ഉത്തരം. നെക്സ്റ്റ്, MGNREGA പൂർണ്ണരൂപം എന്തായിരുന്നു? എന്താണത്? ഓപ്ഷൻ എ ഉത്തരം മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് ആണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ തെറ്റ് പ്രസ്താവന ഏതൊക്കെയാണ്? തെറ്റ് ഏതൊക്കെയാണ്? തെറ്റ് നോക്കാം, ഏതൊക്കെയെന്ന് പറയാം. ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തതാണെന്ത്? തെറ്റ് പ്രസ്താവന വരിക. ഓക്കെ, രണ്ടാമത്തെ തെറ്റാണ് അല്ലേ. അപ്പോൾ നോക്കാം, ശരി നോക്കാം. അതായത് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിട്ടുണ്ടായിരുന്നു പണ്ട്. ആ വകുപ്പാണെന്ത്? 370 എന്ന് പറയാം. ഇപ്പോൾ അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കാണാനില്ല. നെക്സ്റ്റ്, ഇപ്പോൾ ജമ്മു കാശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അത് നല്ല ഫാക്റ്റ്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന, ജമ്മു കാശ്മീരിലെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. ജമ്മു എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ജമ്മു കാശ്മീരിൽ ഉള്ളത്. നെക്സ്റ്റ് ചോദ്യം, രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുവാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസ്സാക്കിയിരുന്നു. ഗവർണറുടെ അധികാരത്തിന് അയച്ച ഈ സംസ്ഥാനം ഏതാണ്? അതായത് രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുവാൻ വേണ്ടി വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസ്സാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ പാസ്സാക്കിയിട്ട് അത് ഗവർണറുടെ അംഗീകാരത്തിന് വേണ്ടി അയച്ച ഒരു ഇന്ത്യൻ സംസ്ഥാനമുണ്ട്. വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസ്സാക്കിയിട്ട് ഗവർണറുടെ അംഗീകാരത്തിന് വേണ്ടി അയച്ചിട്ടുണ്ടായിരുന്ന ഒരു സംസ്ഥാനം ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് അത്? ഏത് ഇന്ത്യൻ സംസ്ഥാനമാണത്? അതാണേത്? കേരളം. അതാണ് കേരളം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യും. നെക്സ്റ്റ് ചോദ്യം, CRISPR CAS9 CRISPR CAS9 സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ എന്തല്ല? പ്രധാന പ്രയോജനം എന്തല്ല? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതായത് ജീൻ തെറാപ്പി ഉണ്ട്, കാർഷിക വിളകളുടെ മെച്ചപ്പെടുത്തൽ, ഘോര ചികിത്സയുമെല്ലാം എന്താണ്? CRISPR CAS9 എന്ന സാങ്കേതിക വിദ്യ, ജനറ്റിക് വിദ്യ, സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങളാണ്. ജീൻ തെറാപ്പിയും കാർഷിക വിളകളുടെ മെച്ചപ്പെടുത്തലും ഘോര ചികിത്സയുമെല്ലാം CRISPR CAS9 സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ ആകുന്നു. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിൻ്റെയും അസുഖത്തിൻ്റെയും ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായ വാക്സിൻ്റെയും അസുഖത്തിൻ്റെയും ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഏത് മാത്രമേ ഉള്ളൂ ഇവിടെ? പോളിയോ അല്ലേ. പോളിയോ ആണ്. OPV, പോളിയോ മാത്രമേ ഉള്ളൂ അല്ലേ. പോളിയോ മാത്രമേ ഉള്ളൂ. BCG എന്തിനോട് ചേരുന്നു അവിടെ? ഫസ്റ്റ് വൺ BCG ക്ഷയമാണ് നമ്മൾ കൊടുക്കുക. BCGയുടെ ക്ഷയമാണ്. നെക്സ്റ്റ്, ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണ്? ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? ക്ലോറോ ഫ്ലോറോ കാർബൺ, CFC. ശീതീകാരിൽ നിന്നും റെഫ്രിജറേറ്ററിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന വിഷവസ്തുവാണെന്ത്? ക്ലോറോ ഫ്ലോറോ കാർബൺസ് അല്ലെങ്കിൽ CFCs എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം, വിറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്?
അത് ഏത് രോഗം? വിറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗം ഏതാണ്? റിക്കറ്റ്സ് അല്ലേ? വിറ്റമിൻ ഡി റിക്കറ്റ്സ് 37. വിറ്റമിൻ ഡി വരുമ്പോൾ റിക്കറ്റ്സ് അല്ലെങ്കിൽ കണാരോഗമാണ് ഉണ്ടാകുന്നത്. റിക്കറ്റ്സ് അല്ലെങ്കിൽ കണാരോഗമാണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ആരോഗ്യ കേരളം പദ്ധതി പ്രധാന ഉദ്ദേശം എന്താണ്? ആൻസർ ഓപ്ഷൻ സി, ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം. ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം. നെക്സ്റ്റ് ചോദ്യം, തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ശരിയായി തിരഞ്ഞെടുക്കുക. സെറിബ്രം, തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. അതിനെക്കുറിച്ചുള്ള ശരി പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 4ഉമാണ് ശരി. സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. അതുപോലെ ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? സെറിബ്രമാണ്. സെറിബ്രം ഏറ്റവും വലിയ ഭാഗമാണെന്ത്? സെറിബ്രം എന്ന് പറയും. ഏറ്റവും വലിയ ഭാഗമാണ് തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണെന്ത്? സെറിബ്രം എന്ന് പറയും അല്ലേ? ഏറ്റവും വലിയ ഭാഗമാണ്. ഇത്രയും വരുന്ന ഭാഗം എന്താണ്? സെറിബ്രമാണ്. ഈ വലിയ ഭാഗം സെറിബ്രമാണ്. അവിടെ ചിന്ത, ഓർമ്മ, ബുദ്ധിയൊക്കെ വരുന്നതും സെറിബ്രത്തിലാണ്. അടുത്ത ചോദ്യം, ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്? ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമായി വരിക? ആൻസർ അനിയന്ത്രിതമായ ഭക്ഷണശീലം. അനിയന്ത്രിതമായ ഭക്ഷണശീലമാണ്. നെക്സ്റ്റ് വൺ, അമ്ലമഴയുടെ pH മൂല്യം എത്രയാണ്? അമ്ലമഴയുടെ pH മൂല്യം എത്രയാണ്? 5.6 താഴെ. 5.6 താഴെ. ഇനി ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായൊരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണ്? ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണ്? വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ ആവർത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ ആവർത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഗാമ കിരണം. ഗാമ കിരണം. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം. ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 0 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജി യുടെ മൂല്യം എത്രയാണ്? 0 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. 0 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ഭൂമിയുടെ കേന്ദ്രത്തിലാണ് 0 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ജി വരുന്നത്. നെക്സ്റ്റ് വൺ, ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈ സ്പീഡ് ട്രെയിൻ CR450. ഹൈ സ്പീഡ് ട്രെയിൻ CR450 അനാച്ഛാദനം ചെയ്ത രാജ്യം. ഹൈ സ്പീഡ് ട്രെയിൻ CR450 450 അനാച്ഛാദനം ചെയ്ത രാജ്യം ഏതായിരുന്നു? ചൈനയാണ്. ചൈന. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏതു വാഹനത്തിലായിരുന്നു? അത് സ്പേസ് എക്സ് ക്രൂഡാഗോൺ. നെക്സ്റ്റ് വൺ, 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ CO2 അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക. അതെന്താണ്? 3 മോളാണ് അടങ്ങിയിട്ടുള്ളത്. 3 മോളാണ് അടങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ്, ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകുവാൻ ആവശ്യമായതിൽ കൂടുതൽ ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേരെന്താണ്? അതാണ് ഇത്, അപൂരിത ലായനി എന്ന് പറയുന്നു. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരം? സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ലോഹസങ്കരമാണ്. ഉത്തരം അൽനിക്കോ. നെക്സ്റ്റ് ചോദ്യം, ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ്? സിമ്പിളായി പറഞ്ഞാൽ കാൽസ്യം കാർബൈഡും ജലവും തമ്മിൽ യോജിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ പേരെന്താണ്? എന്താണത്? അസറ്റിലീൻ.
അസറ്റിലീൻ. അസറ്റിലീൻ എന്നാണ് പേര്, അസറ്റിലീൻ. നെക്സ്റ്റ് വൺ, പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കുവാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം അല്ലെങ്കിൽ AI ടൂൾ ഏതാണ്? പ്രോട്ടീൻ്റെ ത്രിമാന ഘടക പ്രവചിക്കുവാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം ഏതാണ്? ആൻസർ ആൽഫ കോഡ്. ആൽഫ കോഡ്. നെക്സ്റ്റ് വൺ, 24-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്രകലാരൂപങ്ങൾ താഴെപ്പുറത്തുള്ള ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4, 5 ഒഴികെ ബാക്കിയെല്ലാം ഉണ്ട്. മിഥുവാ നൃത്തം ഒഴികെ ബാക്കിയല്ല അല്ലേ? പണിയാ നൃത്തം, പളിയാ നൃത്തം, ഇരുളാ നൃത്തം, മംഗലം കളി, മലപ്പുലൈ ആട്ടം എന്നിവയെല്ലാം എന്തുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരൊക്കെയാണ്? ആൻസർ 1, 2, 3, 4 പേരുമുണ്ട്. മുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ. 25 നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ഏതാണ്? ചെനാബ് റെയിൽവേ കനാവ് പാലം അല്ലേ? ചെനാബ് റെയിൽവേ കനാവ് എന്ന് വിളിക്കുക, അതായത് കമാനം വളഞ്ഞിരിക്കുക അല്ലേ? കമാനം വളഞ്ഞിരിക്കുന്ന ചെനാബ് റെയിൽവേ പാലം, കമാന പാലം. ഓക്കെ, അപ്പോൾ ജൂണിലെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയെന്ന് ഓർത്ത് വെക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതാണെന്ന് കൂടി ഓർത്ത് വെക്കണം. അതാണ് ചെനാബിൻ്റെ പ്രത്യേകത. ഇനി ചേരുംപടി ചേർക്കാനുള്ള പുസ്തകയാണ്. ചേരുംപടി ചേർക്കുക. ഇതാണ് അല്ലേ? നിരീശ്വരൻ എന്ന് പറയുമ്പോൾ എന്താണ്? NS മാധവൻ്റെ ആണ് നിരീശ്വരൻ. NS മാധവൻ നിരീശ്വരനാണ്. മീശ നമുക്ക് എപ്പോഴും ചോദിക്കും. മീശ എസ് അല്ലേ? മീശയുടെ ഏതാണ്? S ഹരീഷാണ് മീശയുടെ ഓതർ. S ഹരീഷ്. അതുപോലെ ലന്തർ ബത്തിരിൽ അല്ലേ? സോറി, ഇവിടെ ഒരു തെറ്റി സംഭവിച്ചു എനിക്ക് തന്നെ അല്ലേ? ഞാനത്, അതായത് നിരീശ്വരൻ എന്ന് പറയുമ്പോൾ D അല്ലേ? VJ ജെയിംസ് ആണ് കേട്ടോ. VJ ജെയിംസ് ആണ്. മീശ S ഹരീഷ്. ലന്തൻ ബത്തേരിയിലെ ലുത്തീനികൾ എപ്പോഴും കേൾക്കുന്നത് NS മാധവൻ. ലന്തൻ ബത്തേരിയിലെ ലുത്തീനികൾ NS മാധവൻ്റെ. സമ്പർക്ക ക്രാന്തി ഏതാണിത്? V ശിനിലാൽ. സമ്പർക്ക ക്രാന്തി V ശിനിലാലാണ്. നെക്സ്റ്റ്, കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതി ഏതാണ്? കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതി ഏതാണ്? അത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. ഏതാണത്? എഴുത്തച്ഛൻ പുരസ്കാരം. നെക്സ്റ്റ്, വീണ്ടും ചേരുംപടി ചേർക്കാനുള്ളതാണ്. വൈശാഖ വൃശ്ചിക ഉത്സവം അല്ലേ? ചേരുംപടി ചേർക്കുക എന്ന് പറയുമ്പോൾ ഇതിനോട് ചേരും? ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നുള്ള നമ്മുടെ ചോദ്യം അല്ലേ? ശരിയായ ജോഡികൾ ശരിയായ ജോഡിയൊക്കെയാണ്. ഓപ്ഷൻ ബി ആൻസർ ആയിരുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. വൈശാഖ മാസം അല്ലെ? വൈശാഖ മാസം പഠിച്ചിട്ടില്ല നമ്മൾ? മലയാള മാസം വൈശാഖ മഹോത്സവമാണ് കൊട്ടിയൂർ ക്ഷേത്രം അല്ലേ? പ്രസിദ്ധമായ ക്ഷേത്രമാണ്. വെള്ളത്തിലാണത് അല്ലെ? വെള്ളം കയറുമ്പോഴാണ് ആഘോഷം ഉണ്ടാവുക എപ്പോഴും. വൈശാഖ മഹോത്സവമാണ് കൊട്ടിയൂർ ക്ഷേത്രം. പിന്നെന്താണ് പറയണം? പുത്തരി തിരുവപ്പന ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പറശ്ശിനിക്കടവ് അല്ലേ? പുത്തരി തിരുവപ്പന ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പറശ്ശിനിക്കടവ്. വളരെ പഴയ ക്ഷേത്രങ്ങളാണ് അല്ലേ? എപ്പോഴും പഴയ ക്ഷേത്രങ്ങൾ, വളരെ ആചാരങ്ങളുള്ള ക്ഷേത്രങ്ങൾ 2 ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതേപോലെ ക്ഷേത്രങ്ങളും ആചാരങ്ങളും പഠിക്കാൻ ശ്രദ്ധിക്കുക. വൈശാഖ മഹോത്സവം നടക്കുന്നത് കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ്. അതുപോലെ പുത്തരി തിരുവപ്പന നടക്കുന്ന ഇവിടെയാണ് മുത്തപ്പൻ ക്ഷേത്രം പറശ്ശിനിക്കടവ്. നെക്സ്റ്റ് ചോദ്യം, 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് ഹിസ്റ്ററി ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം വരുന്നുണ്ട്. ഗ്രന്ഥങ്ങൾ ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ്. യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് ഹിസ്റ്ററി, യുനെസ്കോ മെമ്മറി ഓഫ് ഇതാണ് കിട്ടിയേക്കുന്നത്. യുനെസ്കോ അംഗീകാരം ലഭിച്ചവരാണ് ആരൊക്കെ? ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. നെക്സ്റ്റ് ചോദ്യം, കമ്പ്യൂട്ടർ. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാകുന്ന സാങ്കേതിക വിദ്യയാണ് ഏത്? നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാകുന്ന സാങ്കേതിക വിദ്യയാണ് ഏത്? ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ.
ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം നൽകുന്ന സാങ്കേതികവിദ്യയാണിത്, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ ഒരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്തത് ഏതാണ്? ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്തത് ഏതാണ്? അത് ഓപ്ഷൻ ഡി ആണ് അല്ലാത്തത്. അപ്പം MySQL SQL അതും മൈക്രോസോഫ്റ്റ് ആക്സസും ഓറക്കിളും എന്താണ്? ഡേറ്റാബേസ് മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, ഡേറ്റാബേസ് മാനേജ്മെൻ്റ് ആകുന്നു MySQL, അതുപോലെ മൈക്രോസോഫ്റ്റ് ആക്സസ്, ഓറക്കിൾ എന്നിവ. നെക്സ്റ്റ് ചോദ്യം, ഡാഷ് ഒരു സ്വതന്ത്ര വിവര വിനിമയ നവസാമൂഹിക മാധ്യമമാണ്. സ്വതന്ത്ര വിവര വിനിമയ നവസാമൂഹിക മാധ്യമം അതാരുടെ? അപ്പോൾ ആൻസർ ഡയാസ്പൊറയാണ്. ഡയാസ്പൊറ അല്ലേ? അപ്പോൾ നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും ഒന്നും അല്ല, പിന്നെ ആരാണത്? ഡയാസ്പൊറ എന്നുള്ളതാണ്. ഡയാസ്പൊറ എന്താണ്? സ്വതന്ത്ര വിവര വിനിമയ നവസാമൂഹിക പുതിയതാണ് നവസാമൂഹിക മാധ്യമം. ഡയാസ്പൊറ നോക്കി വെച്ചു. നെക്സ്റ്റ് ചോദ്യം, 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനം പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടാണ് ഏത്? ചാറ്റ് ബോട്ടിൻ്റെ പേരെന്താണ്? അതാണ് ഡീപ് സീക്ക് എന്ന് പറയും. ഡീപ് സീക്ക്. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അമരാവതി. നെക്സ്റ്റ് ചോദ്യം, ബാക്കി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ എടുക്കാം, അതായത് 64 മുതലുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റിൽ പോകാം. പൂർ ഓവർലോഡ് വേണ്ട. സോ